നല്ല ആപ്ലിക്കേഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1 2 3 4 5 6 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഐക്കൺ പാക്കാണിത്. ഈ ഐക്കൺ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്യാനായിട്ട് വേറെ എക്സ്ട്രാ സോഫ്റ്റ്വെയർസിൻ്റെയും അല്ലെങ്കിൽ വേറെ തീമിൻ്റെയും ആവശ്യമില്ല. ഈ ഒരു ഐക്കൺ പാക്കിൻ്റെ പേര് ഹെപ്റ്റ. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഐക്കൺ പാക്കാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഹെപ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐക്കൺ പാക്ക് ആക്ച്വലി ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള തീമാണ്. നിങ്ങളുടെ ഫോണിന് ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്, മിനിമൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ പാക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങളുടെ ഫോണിനകത്തുള്ള ഏതെങ്കിലും ഒരു ആപ്പിന് ഐക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഐക്കൺ ഇതിനകത്ത് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. സാംസങ് S24 ലോഞ്ച് ഇവന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സാംസങ്ങിൻ്റെ ഒരു ഫീച്ചർ സർക്കിൾ ടു സെർച്ച്. അതായത് ഇത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടു, അതെന്താണെന്ന് അറിയണം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് ചുറ്റും ഇങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരും. അതേ സാധനം എല്ലാ ഫോണിലും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് സെറ്റിങ്സ് മാറ്റണം. ആ സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം ബട്ടണിൽ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്യാം. ഹോൾഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഗൂഗിളിൽ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ കൈകൊണ്ട് ഒരു പടം വരച്ചാൽ മതി. അത് സർക്കിൾ തന്നെ വരയ്ക്കണമെന്നില്ല, ചുമ്മാ സിക്സ് ആക്ക് വരച്ചാലും മതി. അത് ഏത് പ്രോഡക്റ്റ് ആണ്, എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ സർക്കിൾ ടു സെർച്ച് ചെയ്ത് കൊണ്ടുവരും. അടുത്ത ആപ്പാണ് UPX. UPX എന്ന് പറയുന്നത് ഞാനിപ്പോൾ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ബ്രൗസർ ആപ്ലിക്കേഷനാണ്. വെറും ബ്രൗസർ ആപ്ലിക്കേഷൻ ഒന്നും അല്ല. നിങ്ങൾക്കിപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പൈററ്റ് ബേ പോലെയുള്ള വെബ്സൈറ്റുകൾ ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് UPX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ ആക്സസ് ചെയ്യേണ്ടത് അത് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. ഇതാണ് ബ്രൗസറിൻ്റെ അകത്ത് എങ്ങനെയാണോ നിങ്ങൾ ഗൂഗിളിലും ക്രോമിലൊക്കെ സെർച്ച് ചെയ്യുന്നത് അതുപോലെ സെർച്ച് ചെയ്താൽ മതി. സിമ്പിൾ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടിൻഡർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ടിൻഡർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടിൻഡറിൽ ഒരു പേഴ്സണെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റൈറ്റ് സ്വൈപ്പ് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യാം. അതേപോലത്തെ ഒരു ആപ്പാണ് സ്പോഞ്ച്. പക്ഷേ ഡേറ്റിംഗ് അല്ല, ഇതൊരു ഡിലീറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഡിലീറ്റിംഗ് ആപ്ലിക്കേഷൻ. നിങ്ങളുടെ സ്റ്റോറേജ് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വഴി ജസ്റ്റ് സ്പോഞ്ച് എന്ന ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ആപ്പ് ഓട്ടോമാറ്റിക്കലി ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം ഡിറ്റക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ക്ലീനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മാസത്തെ ഫോട്ടോസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് തരും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മാസം നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോട്ടോ ആണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് കീപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ മാർക്കോ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതെൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. എനിക്കിത് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് കീപ്പ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ബട്ടൺ അമർത്തി ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ടും സേഫ് ആയിട്ടും നിങ്ങളുടെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് സമയം 3G ഇരുന്നിട്ടുണ്ട്. എനിക്ക് വേണമെന്നുള്ള ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യും, പക്ഷേ പിന്നീട് ഞാൻ ഇരുന്ന് കരയും. അടുത്ത ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെർച്ചിങ് ആപ്പാണ്. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ വേണം സെർച്ച് ചെയ്യാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ബെസ്റ്റ് സ്കൂളുകളെ പറ്റിയിട്ടോ ബെസ്റ്റ് ഫോണുകളെ പറ്റിയിട്ടോ ബെസ്റ്റ് ആപ്പിനെ പറ്റിയിട്ടോ ബെസ്റ്റ് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടോ ഒക്കെ സെർച്ച് ചെയ്യാം. ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ വഴി നോർമൽ ഒരു ബ്രൗസർ പോലെ ഉപയോഗിക്കാനും പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ആർക്കിൻ്റെ ലോഗോ കാണാൻ പറ്റും. കണ്ടോ, ഒരു ആർക്ക് ലോഗോ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് പിന്നീട് AI ആണ് കൺട്രോൾ ചെയ്യുന്നത്. AI എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ് പേജ് മൊത്തവും വായിച്ചതിന് ശേഷം അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ചുമ്മാ ഓരോ ഓഫേഴ്സ് ഇടുന്ന വെബ്സൈറ്റ് ഇതിനെല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് അക്യുറേറ്റ് ആയിട്ട് എടുത്തു തരും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കിയതാ ആദ്യത്തെ പേജിൽ തന്നെ എനിക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കാണാൻ പറ്റും. ആൻഡ് കൂടുതൽ ഡീപ്പായിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് തൊട്ട് താഴെ എല്ലാം ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ചുമ്മാ നിങ്ങൾ ഗൂഗിളിൽ കിടന്ന് ഒരു 100 വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കാര്യങ്ങൾ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നോവേറ്റീവായിട്ട് എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് ഇത് കൊണ്ടുവന്ന് തരും. അടുത്ത ആപ്പ് ഒരു വാൾപേപ്പർ ആപ്പാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വാൾപേപ്പർ ആപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ
എനിക്ക് തോന്നുന്നു വെച്ചിട്ട് നല്ല വാൾപേപ്പർ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. എല്ലാത്തിൻ്റെ അകത്തും അഡ്വർടൈസ്മെൻ്റ് ആണ്. എല്ലാത്തിൻ്റെ അകത്തും അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു വാൾപേപ്പർ ആപ്പ് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്. ആമലഡ് പിക്സ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. പണ്ട് ഞാൻ ഈ ഒരു ആപ്പിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒന്നുകൂടി ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുറേ കാറ്റഗറി വൈസ് നമുക്ക് വാൾപേപ്പേഴ്സ് കിട്ടും. കാറ്റഗറി വൈസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് ഉണ്ട്, ജോക്കർ, ആമലഡ്, നേച്ചർ, ഡാർക്ക്, ആനിമേ, എസ്തെറ്റിക്, ഗ്ലിച്ച്, മിനിമൽ, ആർക്കിടെക്ചർ, ഓഷൻ, ഗേൾസ്. നല്ല കിടിലം പെമ്പിള്ളേരുണ്ട്. ഇങ്ങനെയുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ കിട്ടും. ലൈക്ക് അഡ്വർടൈസ്മെന്റ്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സൂപ്പർ സാധനം. ഫൈനൽ ആയിട്ടുള്ള ആപ്പ് ടെക്സ്റ്റ് ബിഹൈൻഡ് ഇമേജ്. ഇത് ഭയങ്കര ഗുണമെന്നുള്ള ആപ്പൊന്നും ഞാൻ പറയൂല, പക്ഷേ സാധനം കൊള്ളാം. ഞാനിപ്പോൾ ഈ എടുക്കുന്ന ഫോട്ടോസിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് ടെക്സ്റ്റ് ഇടാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അത് മാത്രമല്ല, പണ്ട് 2019 ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് സ്നാപ്സീഡ് ആപ്പിൻ്റെ അകത്ത് നമ്മളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ടെക്സ്റ്റ് ഇട്ടിട്ട് പതുക്കെ അതിനെ മാച്ച് ഒരുപാട് പണിയെടുത്ത് ചെയ്യേണ്ട സാധനം നിങ്ങൾക്ക് ഇപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും. വിശ്വസിക്കുമോ? ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് ആപ്പ് ഓപ്പൺ ആക്കി സെലക്ട് ഇമേജ് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണേ. ഇത് കണ്ടോ, ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്കൊരു ഇമേജിൻ്റെ പുറകിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയത് ഞാൻ പണ്ട് കഷ്ടപ്പെട്ട് ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള 6 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ടു ലൈക്ക്. ആൻഡ് എനിക്കറിയാം ഞാൻ കുറേ ഡിലേ വരുത്തിയിട്ടുണ്ട്. കോണ്ടന്റ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. ഡോണ്ട് വെറി ഗൈസ്. ഇനി നിങ്ങൾക്ക് കിടിലം കോണ്ടന്റുകൾ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി കുറച്ച് കാര്യങ്ങളിൽ, അതുകൊണ്ടാണ്. ആൻഡ് നമ്മൾ ലൈവ് സ്ട്രീമും തുടങ്ങാൻ പോവാണ്. ഇനി നമ്മൾ കുറേ ലൈവ് സ്ട്രീംസും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് വീഡിയോനെ കുറിച്ചിട്ടോ ചാനലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടന്റ് കാറ്റഗറിയെ കുറിച്ചിട്ടോ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. പിന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ഞാൻ തരികയാണ്, ഒരു അസൈൻമെൻറ്റ് പോലെ. നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് കാണാൻ താല്പര്യം നമ്മുടെ ചാനലിൽ നിന്ന്? കാരണം കേരളത്തിൽ ഇഷ്ടം പോലെ ടെക് ചാനൽസ് ഉണ്ട്. പക്ഷേ മറ്റ് ടെക് ചാനലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് തരേണ്ടത് അതൊന്ന് പറഞ്ഞു തന്നാൽ ഭയങ്കര സന്തോഷം. അടുത്തൊരു കിടിലം വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.